ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين أعزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, വിശ്വാസികൾ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും വസിയത്ത് ചെയ്യുക. ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ കുറെ ഖുതുബകളിലായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബന്ധങ്ങളുടെ കൂട്ടത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതും വളരെ മേഖലകൾ വളരെ വിശാലമായതുമായ ഒരു ബന്ധമാണ് മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം. ഈ ഒരു ബന്ധത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. രക്തബന്ധത്തെക്കാളും കുടുംബ ബന്ധത്തെക്കാളും ഇസ്ലാം പ്രാധാന്യം കൽപ്പിക്കുന്നത് ആദർശ ബന്ധത്തിനാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ നാം വായിച്ച് മനസ്സിലാക്കിയതുപോലെ മുഹാജിരീങ്ങളായ ആളുകളും അൻസാരികളായ ആളുകളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ മുഹാജിരീങ്ങൾ, ആ മുഹാജിരീങ്ങളായ ആളുകളെ
സ്വീകരിക്കാൻ സന്നദ്ധരായ, തയ്യാറായ മദീന നിവാസികളായ അൻസാരികൾ. ഈ രണ്ട് ആളുകളും തമ്മിലുള്ള ബന്ധം അത് കുടുംബ ബന്ധമായിരുന്നില്ല, രക്തബന്ധവുമായിരുന്നില്ല. മറിച്ച് ഒരേ ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്ന നിലക്കാണ് ആ ഒരു ബന്ധം ഉണ്ടായതും ആ ഒരു ബന്ധം സുദൃഢമായതും വളരെ ശക്തമായ രൂപത്തിൽ ആ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്, മുഅ്മിനീങ്ങളായ ആളുകൾ സഹോദരന്മാരാണ്. ആ സഹോദരന്മാർക്കിടയിൽ വല്ല അകൽച്ചയോ വല്ല ഭിന്നിപ്പോ ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആ ബന്ധം നല്ല നിലയിൽ കൊണ്ടുപോകാനും പരിശ്രമിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് മുഅ്മിനീങ്ങളായ ആളുകൾ എന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു വിശദീകരിച്ചു തരുന്നത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, തീർച്ചയായും മുഅ്മിനീങ്ങളായ ആളുകൾ സഹോദരന്മാരാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും, നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ അതിനെ സുൽഹാക്കണം, ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണമെന്ന് മുഅ്മിനീങ്ങളായ ആളുകളോട് അല്ലാഹു ആവശ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുസ്ലിം സഹോദരന്മാരെ കുറിച്ച് ഉപമിച്ചിട്ടുള്ളത് ഹദീസുകളിൽ 2-3 ഉപമകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് കൽ ബുനിയാൻ, ഒരു കെട്ടിടം പോലെയാണ്. മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കമസലിൽ ജസദ്, ഒരു ശരീരം പോലെയാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പഠിപ്പിച്ചത് കറജുലിൻ വാഹിദ്, ഒരു പുരുഷനെ പോലെയാണ്, ഒരു വ്യക്തിയെ പോലെയാണ്. ഒരു കെട്ടിടം പോലെ, ഒരു ശരീരം പോലെ, ഒരു വ്യക്തിയെ പോലെയാണ് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം നിലനിൽക്കേണ്ടത് എന്നാണ് പ്രവാചകൻ ഈ 3 ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു കെട്ടിടം എന്ന് പറയുന്നത് ആ കെട്ടിടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ, ആ വസ്തുക്കളുടെ ചേർച്ചയാണ് ആ കെട്ടിടത്തിന് ബലം നൽകുന്നത്, ആ കെട്ടിടത്തിന് ഉറപ്പ് നൽകുന്നത്. അതുപോലെയായിരിക്കണം മുസ്ലിങ്ങൾ, അതുപോലെയായിരിക്കണം മുഅ്മിനീങ്ങൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽ ബുനിയാൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യശുദ്ദു ബഅലുഹു ബഅലൻ. മറ്റൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പരസ്പരം കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും വിഷയത്തിൽ അവർ ഒരു ശരീരം പോലെയാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പഠിപ്പിച്ചു, നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ചാൽ, രോഗം ബാധിച്ചാൽ, നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളൊക്കെ ആ ഒരു അവയവത്തിന് വേണ്ടി അവരുടെ ശ്രമങ്ങൾ നടത്താറുണ്ട്. എന്താണോ അവർക്ക് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ആ രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെയായിരിക്കണം വിശ്വാസികൾ. വിശ്വാസി സമൂഹത്തിലെ ഏതെങ്കിലും ഒരു മെമ്പർക്ക് ഈ പറയപ്പെട്ട രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം പരിഹരിച്ചു കൊടുക്കാൻ സന്നദ്ധരായിരിക്കണം അവർ എന്ന നിലക്കാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇപ്പൊ വിശ്വാസികൾ പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയേണ്ട ആളുകളാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 54-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, ആരെങ്കിലും മതം ഒഴിവാക്കിക്കൊണ്ട് അതിനോട് ഭ്രഷ്ട് കൽപ്പിച്ചിട്ട് മതത്തിൽ നിന്ന് പിന്മാറിക്കളയുന്നുവെങ്കിൽ അതുകൊണ്ട് അല്ലാഹുവിന് വല്ല നഷ്ടവും വരാനില്ല. അങ്ങനെ എല്ലാവരും മതത്തെ കൈയൊഴിക്കാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ അല്ലാഹു പറയുന്നത്, അല്ലാഹു ഒരു സമൂഹത്തെ കൊണ്ടുവരും, ഒരു വിഭാഗത്തെ പുതുതായിട്ട് അല്ലാഹു കൊണ്ടുവരും. എന്താണ് ആ സമൂഹത്തിന്റെ സ്വഭാവം? എന്താണ്? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അവർ അല്ലാഹുവിനെയും അല്ലാഹു അവരെയും സ്നേഹിക്കുന്ന ഒരു വിഭാഗമായിരിക്കും അവർ. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അലൽ കാഫിരീൻ. വിശ്വാസികളോട് വളരെ മാന്യമായിട്ടായിരിക്കും അവർ പെരുമാറുക. അവിശ്വാസികളായ ആളുകളോട് കുറച്ച് ഗൗരവത്തിലായിരിക്കും അത്തരം ആളുകൾ പെരുമാറുക എന്ന് മതത്തിൽ നിന്ന് ഭ്രഷ്ടാക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ പുതുതായി കൊണ്ടുവരുന്ന ഒരു സമുദായത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: വിശ്വാസികൾ പരസ്പരം വിനയവും ദയവും പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കണം. ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണത് വിനയം എന്നുള്ളത്. ദയയോടുകൂടി സ്വന്തം സഹോദരനോട് പെരുമാറാൻ സാധിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയം കാണിക്കുന്നതിന്റെ ശ്രേഷ്ഠത പറഞ്ഞു. വിനയം ഒരിക്കലും നിങ്ങളുടെ സ്ഥാനത്തെ കുറക്കുകയില്ല. വിനയം കാണിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങളുടെ സ്ഥാനം ഒരിക്കലും കുറഞ്ഞു പോവുകയില്ല. മറിച്ച് നിങ്ങൾ വിനയം കാണിക്കുന്നതിലൂടെ അല്ലാഹു നിങ്ങളുടെ പദവിയും നിങ്ങളുടെ മഹത്വവും ഉയർത്തിത്തരികയാണ് ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇപ്പൊ സഹോദരന്മാരായ ആളുകൾ, വിശ്വാസികളായ ആളുകൾ പരസ്പരം വിനയവും ദയയും പ്രകടിപ്പിക്കുന്നവരായിരിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പറഞ്ഞ കൂട്ടത്തിലും പറഞ്ഞു, അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. പ്രവാചകനും പ്രവാചകനിൽ വിശ്വസിച്ച ആളുകളും വല്ലദീന മഅഹു, ആ പ്രവാചകന്റെയും പ്രവാചകനിൽ വിശ്വസിച്ച ആളുകളുടെയും സ്വഭാവം അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. പരസ്പരം മുസ്ലിങ്ങൾക്കിടയിൽ കാരുണ്യത്തോടെ വിനയത്തോടുകൂടി പെരുമാറുന്നവരാണ് വിശ്വാസി സമൂഹം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകനെയും പ്രവാചകനിൽ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസികളെ കുറിച്ചിട്ടും ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സഹോദരനോട്, ഒരു മുസ്ലിം എന്ന നിലക്ക് അവൻ എന്റെ സഹോദരനാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ആ വിശ്വാസിയോട്, എന്റെ സഹോദരനോട്, എന്റെ മുഅ്മിനോട് ഞാൻ മാന്യമായിട്ടാണ് പെരുമാറേണ്ടത്, വിനയത്തോടു കൂടിയായിരിക്കണം പെരുമാറേണ്ടത് എന്ന ഒരു സ്വഭാവം നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെ ഈ ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ഗുണമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ വിശ്വാസികളായ ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കണം, എന്തൊക്കെ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കണം അവരുടെ ജീവിതത്തിൽ എന്ന് പറയുന്ന സന്ദർഭത്തിൽ ആദ്യമായിട്ട് ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ. നമ്മൾ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസികളായ ആളുകളാണ്. നമ്മളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു അഭിസംബോധനം ചെയ്തുകൊണ്ടാണ് പറയുന്നത്, ലാ യസ്ഖർ ഖൗമിൻ മിൻ ഖൗം. നമ്മൾ ഒരിക്കലും മറ്റൊരാളെ പരിഹസിക്കാൻ പാടില്ല. പരിഹാസം എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് വിശുദ്ധ ഖുർആൻ വീണ്ടും ആ സൂറത്തിൽ പറഞ്ഞു,
യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ ഇജ്തനിബു കസീറൻ മിനൽ വന്ന്, നിങ്ങൾ സ്വന്തം സഹോദരനെ കുറിച്ച് ഊഹം വെച്ച് പുലർത്താൻ പാടില്ല. ഊഹിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം സഹോദരനെ കുറിച്ച് ഒരു കാര്യം സംസാരിക്കുകയും ചെയ്യുക എന്ന ഒരു സ്വഭാവം വിശ്വാസികളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ രണ്ടാമതായിട്ട് പറഞ്ഞത്. വീണ്ടും ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്, പരദൂഷണം പറയരുത്. വീണ്ടും അതേ ആയത്തിൽ പറഞ്ഞു, വലാ തജസ്സസു, നിങ്ങൾ സ്വന്തം സഹോദരന്റെ വിഷയത്തിൽ ചൂഴ്ന്ന് അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. 4 പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. ആ വിഷയത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? സ്വന്തം സഹോദരനെ പരിഹസിക്കുന്ന സ്വഭാവം നമ്മളിലുണ്ടോ? ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണോ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുള്ളത്? ഒരു സഹോദരൻ പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പടി വിശ്വസിക്കുന്നതിന് പകരം ആ വിശ്വാസം അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചൂഴ്ന്ന് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടോ? നാലാമതായിട്ട് പറഞ്ഞത്, സ്വന്തം സഹോദരനെ കുറിച്ച് പരദൂഷണം പറയുന്ന സ്വഭാവം നിങ്ങളിലുണ്ടോ എന്നാണ്. ഈ 4 സ്വഭാവവും നമ്മൾ വിശ്വാസികളാണെങ്കിൽ, നമ്മൾ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്. നമുക്കെല്ലാവർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ? പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് സ്വന്തം സഹോദരനിൽ ഇല്ലാത്ത ഒരു ഗുണം പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുക എന്നാണ്. ഇതാണ് ഗീബത്ത്. ഒരു സഹോദരനിൽ ഇല്ലാത്ത ഒരു ഗുണം പറയുന്നതിനാണോ ഗീബത്ത് എന്ന് പറയുക? അതിനല്ല ഗീബത്ത് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോട് ചോദിച്ചു, അത്തദ്റൂന മൽ ഗീബ, എല്ലാ സഹാബികളെ, നിങ്ങൾക്ക് ഗീബത്ത് എന്താണെന്ന് അറിയുമോ? ഇപ്പൊ സഹാബികൾ പറയും, അല്ലാഹു വറസൂലുഹു അഅലം, പ്രവാചകരെ നമുക്കറിയില്ല, നിങ്ങൾക്കും അല്ലാഹുവിനും അറിയാം. പ്രവാചകന് ഗീബത്തിന് നൽകിയിരിക്കുന്ന വിവരണം നമ്മൾ ശ്രദ്ധിക്കുക. ഖാല ദിക്റുക അഖാക ബിമാ യക്റഹു, സ്വന്തം സഹോദരന് പ്രയാസമുണ്ടാക്കുന്നത്, സ്വന്തം സഹോദരന് വെറുപ്പുണ്ടാക്കുന്നത് നീ പറയുക, അല്ലെങ്കിൽ അവനെ ഓർമ്മിപ്പിക്കുക എന്നതാണ് ഗീബത്ത്. നമ്മുടെ സഹോദരന് പ്രയാസമുണ്ടാക്കുകയോ വിഷമമുണ്ടാക്കുകയോ അവന് വെറുപ്പുണ്ടാക്കുകയോ ചെയ്യുന്ന ഒരു സംസാരം നമ്മൾ സംസാരിക്കുന്നുവെങ്കിൽ അതാണ് ഗീബത്ത്. സ്വാഭാവികമായി നമ്മൾ ചോദിക്കുന്നത് പോലെ സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, ഇൻ കാന ഫീ അഖി മാ അഖൂലു, പ്രവാചകരെ, നാം പറയുന്ന കാര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉള്ളതാണെങ്കിലോ? എന്റെ സഹോദരനിൽ ഉള്ള ഒരു ന്യൂനതയാണ്, ഒരു കുറവാണ് ഞാൻ പറയുന്നത്, പ്രവാചകർ അങ്ങനെയാണെങ്കിലോ അത് തെറ്റാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് യഗ്തബതുഹു, അവനിലുള്ളത് നിങ്ങൾ പറയുക, അതാണ് ഗീബത്ത്. അവനിലില്ലാത്തത് പറയുക എന്നതല്ല ഗീബത്ത്. പ്രവാചകൻ പറഞ്ഞു, വലം യകുൻ ഫീഹി മാ തഖൂൽ ഫഖദ് ബഹത്ത, അവനിലില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിന് പറയുക അസത്യമെന്നാണ്, അതിന് പറയുക കളവ് എന്നാണ്, അതിന് പറയുന്നത് വ്യാജ പ്രസ്താവന എന്നാണ്. എത്ര കൃത്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗീബത്തിനെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്,
നാം നമ്മുടെ സഹോദരനെ കുറിച്ച് ഈ രൂപത്തിലുള്ള ഗീബത്തല്ലേ നമ്മൾ ദിനേന എന്നോണം നമ്മൾ പറയാറുള്ളത്? ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ വെച്ചു പുലർത്താറുണ്ടോ? ഇല്ല എങ്കിൽ പ്രവാചകന്റെ നിർദ്ദേശമാണ്, പ്രവാചകൻ നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്ന കാര്യമാണ്. ആ രൂപത്തിൽ നമ്മുടെ സഹോദരനിൽ ഉള്ള ഒരു സ്വഭാവം പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുക. വീണ്ടും ഹദീസിൽ ഒരുപാട് ഹദീസുകൾ മുസ്ലിങ്ങളായ ആളുകൾ പരസ്പരം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഖാല അൽ മുസ്ലിം അഖുൽ മുസ്ലിം ലാ യളിമുഹു വലാ യുസ്ലിമുഹു മൻ കാന ഫീ ഹാജതി അഖീഹി ഫഇന്നല്ലാഹ ഫീ ഹാജതിഹി വമൻ ഫറജ അൻ മുസ്ലിമിൻ ഖുർബതൻ ഫറജല്ലാഹു അൻ ഖുർബതൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ വമൻ സതറ മുസ്ലിമൻ സതറല്ലാഹു യൗമിൽ ഖിയാമ. ഒരു ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നമ്മൾ സ്വന്തം സഹോദരനെ ആക്രമിക്കാൻ പാടില്ല. ലാ യളിമുഹു. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു, അവനെ കൈവിടുകയും ചെയ്യരുത്. സ്വന്തം സഹോദരൻ എന്തെങ്കിലും പ്രയാസം വരുമ്പം, അവൻ നിസ്സഹായനായി നോക്കി നിൽക്കുമ്പം ആ സഹോദരനെ സഹായിക്കേണ്ട കടമ നമ്മുടേതാണ്. അതാണ് പ്രവാചകൻ ആദ്യമായിട്ട് പറഞ്ഞത്, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. സ്വന്തം സഹോദരന്റെ വിഷയത്തിൽ നാം കാണിക്കുന്ന പ്രാധാന്യമായിരിക്കണം, അല്ല അതിനേക്കാൾ വലിയ പ്രാധാന്യമായിരിക്കണം ആദർശ ബന്ധുക്കൾ എന്ന നിലക്ക് നമ്മൾ ഇവരോട് കാണിക്കേണ്ടത് എന്നാണ് പ്രവാചകൻ രണ്ടാമതായിട്ട് പറഞ്ഞത്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നീ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. നാലാമതായി പ്രവാചകൻ പറഞ്ഞു, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് അകറ്റിക്കൊടുക്കാൻ വേണ്ടി നീ പരിശ്രമിക്കുകയും ചെയ്യണം. അങ്ങനെ സ്വന്തം സഹോദരന് എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം സഹോദരന് ആ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്താൽ അല്ലാഹു ഒരു നല്ല ഒരു കാര്യമാണ് നമ്മളോട് പറയുന്നത്. അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുന്ന ആളുകൾക്ക് നാളെ ഖിയാമത്ത് നാളിൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹം, അന്ന് നിങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരും, നിങ്ങളിൽ നിന്ന് ആ പ്രയാസങ്ങൾ ഇല്ലാതാക്കി തരുമെന്ന് പ്രവാചകൻ പറയുകയാണ്. ഫറജല്ലാഹു അൻ ഖുർബത്തിൻ. ഖിയാമത്ത് നാളിൽ അല്ലാഹു നിങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു തരികയും ചെയ്യും. അടുത്തതായിട്ട് പ്രവാചകൻ പറഞ്ഞത്, സ്വന്തം സഹോദരന് എന്തെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മോശത്തരങ്ങൾ ഉണ്ടെങ്കിൽ ആ ന്യൂനതകൾ മാലോകരോട് സംസാരിക്കുക എന്നതായി പോകരുത് ഒരു സഹോദരന്റെ സ്വഭാവം. മറിച്ച് സത്തറ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് മറച്ചു വെക്കണം. അങ്ങനെ നമ്മൾ സ്വന്തം സഹോദരന്റെ ഒരു ന്യൂനത ആരോടും പറയാതെ നമ്മൾ മറച്ചു വെച്ചാൽ അതിന്റെ ഒരു ഗുണം നബി പറഞ്ഞു, നിങ്ങളുടെ എന്തെങ്കിലും ന്യൂനതകൾ, നിങ്ങൾക്കുണ്ടാകുന്ന എന്തെങ്കിലും കുറവുകൾ അല്ലാഹു മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളുടെ ന്യൂനത മറച്ചു വെക്കുകയും ചെയ്യും. ന്യൂനതകളും കുറവുകളും ഇല്ലാത്ത ഒരാളെയും ഈ ദുനിയാവിൽ കാണാൻ കഴിയില്ല. മനുഷ്യനാണ്, മനുഷ്യ പ്രകൃതമാണ് ന്യൂനതകളും കുറ്റങ്ങളും കുറവുകളും കടന്നു വരിക എന്നുള്ളത്. ഇപ്പൊ സ്വന്തം സഹോദരന്റെ ഒരു ന്യൂനതയും കുറവും കാണുമ്പം സ്വന്തം സഹോദരൻ ഒരു കണ്ണാടി പോലെയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ? കണ്ണാടി പോലെയായിരിക്കണം നമ്മൾ. ആ സ്വന്തം സഹോദരന് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട്, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് സ്വന്തം സഹോദരനോട് എന്താണോ അവനുള്ള ന്യൂനത, ആ ന്യൂനത അവന് പറഞ്ഞു കൊടുത്തിട്ട് ആ ന്യൂനതയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് പകരം
സ്വന്തം സഹോദരനോട് ആ ന്യൂനത പറയുന്നതിന് പകരം മാലോകരോട് ആ ന്യൂനത വിളിച്ചു പറയുന്നത് നാളെ നമ്മളിൽ വരാനിരിക്കുന്ന ഒരു ന്യൂനത മാലോകരോട് അല്ലാഹു വിളിച്ചു പറയാനത് കാരണമായി തീരുമെന്ന് വളരെ ശക്തമായ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ലാ തബാഗു വലാ തഹാസദു വലാ തദാബറു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന വലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക തലാത്തി ലയാൽ. വീണ്ടും സഹോദരനോടുള്ള ബാധ്യതയെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്താൻ പാടില്ല. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ആ വിദ്വേഷത്തിൽ നിന്നും ആ കോപത്തിൽ നിന്നും ശത്രുതയിൽ നിന്നും നമ്മുടെ മനസ്സിനെ സ്ഫുടം ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കണം. ഏത് സഹോദരനെ കാണുമ്പോഴും അവനെ പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി അവനെ സ്വീകരിക്കാൻ സാധിക്കണം നമുക്ക്. അതിൽ പോലും സദക്കയുണ്ട് എന്ന് പഠിപ്പിച്ചിരിക്കുന്ന ഒരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. ആ ശത്രുതയും വെറുപ്പുമൊക്കെ നമ്മൾ മനസ്സിന്റെ അന്തരാളങ്ങളെ സൂക്ഷിച്ചു വെച്ചിട്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥകൾ വളരെ ഭയാനകരമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകൻ പറഞ്ഞതാണത്, വലാ തബാഗു, നിങ്ങൾ പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തരുത്. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെച്ച് പുലർത്തരുത്. വലാ തദാബറു, നിങ്ങൾ ശത്രുത വെച്ച് പുലർത്തരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സഹോദരന്മാരായിട്ട് നിങ്ങൾ കഴിയണം. ആ സഹോദര്യ ബന്ധം നിലനിർത്തിക്കൊണ്ടായിരിക്കണം ഒരു മുസ്ലിം ദുനിയാവിൽ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം പ്രവാചകൻ ഒരു കാര്യം കൂടി പറഞ്ഞു, വലാ യഹില്ലു ലിമുസ്ലിമിൻ, ഒരു മുസ്ലിമിന് അനുവദനീയമല്ല. എന്താണ് അനുവദനീയമില്ലാത്തത്? സ്വന്തം സഹോദരനുമായി 3 ദിവസത്തിൽ അധികം അവനോട് മിണ്ടാതിരിക്കുക എന്നുള്ളത്, അവനുമായുള്ള വെറുപ്പ് 3 ദിവസവും കൊണ്ടു നടക്കുക എന്നത് ഒരു മുസ്ലിമിന് അനുവദനീയമായ കാര്യമല്ല. എന്ന് പറഞ്ഞാൽ ഹറാമായ കാര്യമാണ് അത് എന്നർത്ഥം. ഹലാലായ കാര്യമല്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞതെങ്കിൽ അതിന്റെ നേരെ വിപരീതമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹറാമായ ഒരു കാര്യമാണ്. ഈ സദസ്സിലിരിക്കുന്ന എത്ര ആളുകൾ ഈ അർത്ഥത്തിൽ സ്വന്തം ആളുകളോട്, സ്വന്തം കുടുംബക്കാരോട്, സഹോദരന്മാരോട്, അയൽപ്പക്കക്കാരോട് മിണ്ടാതെ സംസാരിക്കാതെ ദേഷ്യത്തിൽ കഴിഞ്ഞുകൂടുന്ന എത്ര ആളുകളുണ്ടാകും ഈ സദസ്സിൽ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മൾ മുഅ്മിനീങ്ങളാണെങ്കിൽ വെറും ചില നമസ്കാരങ്ങളും നോമ്പും സക്കാത്തും മാത്രമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ഇതൊക്കെ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുക. പ്രവാചകൻ നിർദ്ദേശിച്ച വിശദീകരിച്ചിരിക്കുന്ന ഒരു വിശദീകരണം നമ്മൾ കേൾക്കേണ്ടതാണ്. ആരാണ് മുസ്ലിം? ആരാണ് മുസ്ലിം? പ്രവാചകൻ പറഞ്ഞു, അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരാളുടെ കൈയിൽ നിന്നും നാവിൽ നിന്നും 2 പ്രധാനപ്പെട്ട അവയവങ്ങൾ, സ്വന്തം സഹോദരന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട 2 അവയവങ്ങൾ, ആ 2 അവയവങ്ങളിൽ നിന്ന് മറ്റ് മുസ്ലിം സഹോദരങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ മുസ്ലിമാണ്. എന്റെ നാവിൽ നിന്നും എന്റെ കയ്യിൽ നിന്നും എന്റെ സഹോദരന്മാർ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ, അവർ സംരക്ഷണമുള്ള ആളുകളല്ല എങ്കിൽ, അവർക്ക് നിർഭയത്വമുള്ള ആളുകളല്ല എങ്കിൽ എന്നെ കുറിച്ച് പറയേണ്ടത് ഞാൻ മുസ്ലിം അല്ല എന്നാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കൈവച്ചുകൊണ്ട് ചോദിക്കുക, ഞാൻ മുസ്ലിമാണോ? പ്രവാചകൻ വിശദീകരിച്ചു തന്നിരിക്കുന്ന ആ മുസ്ലിം എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ എനിക്ക് സാധിക്കുമോ? അൽ മുസ്ലിം, പ്രവാചകൻ പറഞ്ഞു, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. എന്റെ നാവിൽ നിന്നും എന്റെ കയ്യിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതനാണെങ്കിൽ ഞാൻ മുസ്ലിമാണ്. അങ്ങനെ നമ്മൾ മുസ്ലിങ്ങളായി മാറിയാൽ
അങ്ങനെ നമ്മൾ വിശ്വാസികളായിട്ട് ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ ഖുർആൻ പറഞ്ഞതുപോലെ യവദ്ദുല്ലദീന കഫറൂ, സത്യനിഷേധികളായ ആളുകൾ പോലും ആഗ്രഹിച്ചു പോകും, ലൗ കാനൂ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്നെന്നെയും നിങ്ങളെയും കണ്ടിട്ട് ഞാൻ മുസ്ലിമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മറ്റു മതസ്ഥരായ ആളുകൾ പറയുമോ? അവർക്ക് പറയാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ടാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? അങ്ങനെയല്ല എങ്കിൽ പരിവർത്തനങ്ങൾ വരുത്തണം, മാറ്റങ്ങൾ വരുത്തണം. ഖുതുബകൾ എന്നുള്ളത് മാറ്റത്തിന് വേണ്ടിയുള്ളതാണ്. ഒരു ചെവിയിൽ നിന്ന് കേട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തു കളയാനുള്ളതല്ല ഖുതുബ. മനസ്സുകളിൽ മാറ്റമുണ്ടാകണം. ആ മനസ്സിൽ മാറ്റമുണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ അത് പ്രകടമാവുക. അങ്ങനെ മനസ്സിലും ജീവിതത്തിലുമൊക്കെ ഈ പറഞ്ഞ രൂപത്തിൽ സ്വന്തം സഹോദരനെ, സ്വന്തം സുഹൃത്തിനെ, സ്വന്തം മുസ്ലിമിനെ, സ്വന്തം മുഅ്മിനിനെ പ്രവാചകൻ പറഞ്ഞ ആ ഒരു വിധാനത്തിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുന്ന സ്വന്തം സഹോദരനെ വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ചര്യയിലും പഠിപ്പിച്ചു തന്നിരിക്കുന്ന രൂപത്തിൽ സ്വന്തം സഹോദരനെ സ്നേഹിക്കാനും അവനോട് ദയോടുകൂടി പെരുമാറാനും വിനയത്തോടുകൂടി പെരുമാറാനും സാധിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചും മാനിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച മറ്റൊരു ഹദീസ് കൂടി ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത 6 എണ്ണമാണ്. അതിൽ പ്രവാചകൻ ആദ്യമായിട്ട് പറഞ്ഞത് ഇദാ ലഖീതുഹു ഫസല്ലിം അലൈഹി, സ്വന്തം സഹോദരനെ കണ്ടുമുട്ടിയാൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതിന് മുമ്പ്, കുശലാന്വേഷണങ്ങൾ നടത്തുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ഫസല്ലിം അലൈഹി, നീ അവന് സലാം പറയണം. അവൻ ആരാണ്, അവൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണ്, അവൻ ഏത് പ്രകൃതക്കാരനാണ് എന്നിത്യാദി കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷമല്ല സലാം പറയാം. മറിച്ച് അവനൊരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസി എന്റെ സഹോദരനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സലാം എന്നുള്ളത് വലിയൊരു പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ സമാധാനവും നിന്നിൽ വർഷിക്കുമാറാകട്ടെ എന്ന ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു. അലാ അദുല്ലുക്കും അലാ ഷൈഇൻ, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, അത് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറും, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളായി മാറും എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞത് ഈ കാര്യമാണ്. അഫ്ശുസ് സലാമ ബൈനക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക. ഒന്നാമത്തെ ഒരു ഗുണമായിട്ട് നമ്മൾ ഉണ്ടാകേണ്ടത് അതാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ സഹോദരൻ നിന്നെ വിളിച്ചാൽ ആ വിളിക്ക് നീ ഉത്തരം നൽകണം. എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടി വിളിച്ചാൽ പെട്ടെന്ന് പോയി എന്താണോ അവൻ പറയുന്നത് അത് കേൾക്കാൻ സന്നദ്ധരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ധൃതിയിൽ പോകുന്ന സമയത്ത് ചില അറാബികളായ ആളുകൾ പ്രവാചകനെ പിടിച്ചുവെക്കും. എന്നിട്ട് ഒരുപാട് നേരം പ്രവാചകനുമായി സംസാരിക്കും. ആ സമയങ്ങളിലൊക്കെ പ്രവാചകൻ വളരെ മനസമാധാനത്തോടെ അവരുടെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് എന്താണോ അവർ പറയുന്നത് അതങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും.
അതേപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഹോദരനെ ക്ഷണിച്ചാൽ അതിൽ ഹറാമായ ഭാഗങ്ങൾ ചേരുന്നില്ല എങ്കിൽ, അതിൽ ഇസ്റാഫ് ചേരുന്നില്ല എങ്കിൽ, ഭക്ഷണ കാര്യത്തിലാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലാണ് അവൻ ക്ഷണിക്കുന്നതെങ്കിൽ അനിസ്ലാമികമായ പ്രവണതകൾ ഇല്ല എങ്കിൽ അവൻ ഉത്തരം നൽകണം. മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു, എന്തെങ്കിലും ഉപദേശം തേടിയാൽ നീ അവന് ഉപദേശം കൊടുക്കണം. അവൻ തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ നീ അവന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇർഹമകുമുല്ലാഹ് എന്ന് പറയണം. അപ്പൊ അവന് തിരിച്ചിങ്ങോട്ട് പറയണം, യഹ്ദീകുമുല്ലാഹ്. അതിന്റെയൊക്കെ ശാസ്ത്രീയപരമായ വശങ്ങളൊക്കെ കുറിച്ചൊക്കെ ഭംഗിയായി നമ്മൾ മനസ്സിലാക്കിയ ആളുകളാണ് തുമ്മമ്മുണ്ടാകുന്ന അവസ്ഥകളെ കുറിച്ചിട്ട്. പിന്നെ പ്രവാചകൻ പറഞ്ഞു, ഫഇദാ മരിള ഫഉദുഹു. അവന് രോഗിയായാൽ അവനെ സന്ദർശിക്കണം. അവസാനമായിട്ട് പ്രവാചകൻ പറഞ്ഞു, അവൻ മരിച്ചാൽ അവന്റെ ജനാസയെ പിന്തുടരുകയും മരിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ കർമ്മങ്ങളാണോ ചെയ്യേണ്ടത് ആ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ നീ ശ്രദ്ധയുള്ളവനായിരിക്കണം. ആ പ്രവർത്തനങ്ങളിലൊക്കെ നീ ഭാഗവാക്കുകളാവുകയും ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് സ്വന്തം മുസ്ലിമിനോടുള്ള ബാധ്യതകൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന 6 എണ്ണം. ഇതൊക്കെ ഇങ്ങനെ എണ്ണി നോക്കുമ്പം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകളെ കുറിച്ച് എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പം തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്ര വിശാലമായ ഒരു മേഖലയാണ്. നേരത്തെയൊക്കെ ചെറിയ ചെറിയ മേഖലകളാണ്. വിശ്വാസികൾ പരസ്പരം ഉള്ള ആ ഒരു ബന്ധം എന്നത്, അതിന്റെ മേഖല എന്നത് വിശാലമായ മേഖലയാണ്. ആ വിശാലമായ മേഖല മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം സ്വന്തം സഹോദരനുമായുള്ള നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ബന്ധവും. അങ്ങനെ ബന്ധം നിലനിർത്തുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അവൻ മഹത്തായ ഫള് കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുടെ രോഗങ്ങൾ പടച്ച തമ്പുരാൻ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ പടച്ച തമ്പുരാൻ ഇല്ലായ്മ ചെയ്തു കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് പടച്ച തമ്പുരാൻ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.